ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സാംസങ് സ്മാർട്ട് കഫേ വാച്ച് ആണ്. സോ ഒബ്വിയസ്ലി നമ്മുടെ ഗാലക്സി S23 അൾട്രയുടെ ഒരു ക്വിക്ക് കമ്പാരിസൺ ആണ്. ഏറ്റവും മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഗാലക്സി S22 അൾട്രയായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഷോപ്പ് ഒന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്ക് നമ്മുടെ ഫോൺ ഗാലക്സി S23 അൾട്ര റിവ്യൂ ചെയ്തേക്കുന്നത് നമ്മുടെ നാസർക്കാണ്. സോ ഇതാണ് നമ്മുടെ സാംസങ് ഓണറാണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് നമ്മുടെ ഗാലക്സി S23 അൾട്ര ഓഫേഴ്സ് ഉള്ളത്? നമുക്ക് സാംസങ്ങിന്റെ S23 അൾട്ര ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സാംസങ് ഇതുവരെ നൽകാത്ത ഒരു ഫോണിനും നൽകാത്ത അത്രയും കിടിലൻ ഓഫറാണ് S23 അൾട്രയ്ക്ക് ഇപ്പോൾ തരുന്നത്. ഏകദേശം 50,000 രൂപ വർത്തായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചും സാംസങ്ങിന്റെ ബഡ്സ് 2 ഈ രണ്ട് സാധനം വെറും 5,000 രൂപക്ക് പ്രീ ബുക്ക് ചെയ്ത കസ്റ്റമർക്ക് സാംസങ് നൽകുന്നു. കൂടാതെ സാംസങ്ങിന്റെ ഷോറൂമും സാംസങ് ക്ലബ് മെമ്പർഷിപ്പും കൂടാതെ അതിന്റെ പോയിന്റ്സും കസ്റ്റമർക്ക് റെഡീം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. ഓക്കെ, പ്രീ ബുക്ക് പ്രീ ബുക്ക് ഈ 17-ാം തീയതി വരെ ഉണ്ടായിരിക്കുന്നതാണ്. 3 സീരീസും. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗാലക്സി S23 അൾട്ര ഗ്രീൻ കളർ. ആൻഡ് നമ്മൾ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗാലക്സി S22 അൾട്ര ബർഗണ്ടി ആയിട്ടാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമറ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മുടെ ഗാലക്സി S22 അൾട്രയ്ക്ക് വന്നുകൊണ്ടിരുന്നത് 108 MB മെയിൻ ക്യാമറയാണ്. നമ്മുടെ ലേറ്റസ്റ്റ് S23 ഉള്ളത് 200 MB മെയിൻ ക്യാമറ. ബാക്കി 3 ക്യാമറ, അതായത് 10 MB ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ, പിന്നെ 10 MB ടെലിഫോട്ടോ, ഒരു 12 MB അൾട്രാ വൈഡ്, രണ്ടും സെയിം തന്നെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്യാമറയുടെ മോഡ്സ് ഞാൻ ജസ്റ്റ് ക്വിക്ക് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് സെയിം മോഡ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ എക്സ്പേർട്ട് റോ എന്ന് എക്സ്ട്രാ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഗാലക്സി S23 അൾട്രയിൽ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ പ്രോ മോഡ്, പ്രോ വീഡിയോ മോഡ്, നൈറ്റ്, ഫുഡ്, പാനോരമ, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, പോർട്രേറ്റ് വീഡിയോ. ആൻഡ് പോർട്രേറ്റ് വീഡിയോ ഇപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്രേറ്റ് വീഡിയോ നമുക്ക് UHD റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ കാണിച്ചു തരാം, FHD, UHD. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് തിങ് വെച്ച് നമുക്ക് 8K at 30 FPS വരെ നമുക്ക് നോർമൽ റെക്കോർഡിംഗ് പറ്റും. ഓക്കെ, സോ ഞാൻ വീഡിയോ കാണിച്ചിട്ട് നമ്മുടെ S22 അൾട്രയാണ് ഓൺ ദ ലെഫ്റ്റ്. നമുക്കറിയാം 8K at 24 FPS ആണ് നമുക്ക് പറ്റുമായിരുന്നുള്ളൂ. കണ്ടോ, അതിനകത്ത് 8K at 30 FPS. സോ കുറച്ചും കൂടെ സ്മൂത്തറായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് പോർട്രേറ്റ് വീഡിയോ നമ്മുടെ ഐഫോൺ പോലെ തന്നെ 4K at 30 FPS തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഗാലക്സി S23 അൾട്രയിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഡൗൺ ഗ്രേഡ് ചെയ്യുന്നതാണ്. സോ നമുക്ക് 40 MB വേഴ്സസ് 12 MB ആണ്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗാലക്സി S21 റിയറിൽ വന്നിരിക്കുന്ന ഡുവൽ പിക്സൽ PDAF വരുന്ന ഫ്രണ്ട് ക്യാമറയാണ് നമ്മുടെ ഗാലക്സി S23 അൾട്ര. ഇതിനകത്ത് ജസ്റ്റ് PDAF ആയിട്ടുള്ള 40 MB ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ഡുവൽ പിക്സൽ PDAF മീൻസ് ഫാസ്റ്റ് ഓട്ടോ ഫോക്കസിങ്ങും അതേപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ അത്യാവശ്യം സ്പീഡിലൊക്കെ സെൽഫി എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് ഫേസ് ഒന്നും ബ്ലർ ആവാണ്ട് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് നോക്കാം. സോ ഗൈസ്, ഫസ്റ്റ് നമ്മുടെ റിയർ ക്യാമറ ഷോട്ട്സ് ആണ്. ഇത് S23 അൾട്ര ലെഫ്റ്റിലുള്ളത്, ഇത് നമ്മുടെ S22 അൾട്ര. സോ ഞാൻ ക്ലോസപ്പ് പോവാം. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇച്ചിരി ഒരു ലൈറ്റ് ഡീറ്റെയിലിങ്ങും കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെയാണ് ലൈറ്റായിട്ട് ആ കളേഴ്സ് നോക്കിയാൽ ഇച്ചിരി കൂടെ ഒരു വൈബ്രൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഷോട്ട്. ആൻഡ് ഇവിടെ നോക്കി ആ റെഡ് കളർ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ട് ഗാലക്സി S23 അൾട്രയാണോ വന്നിരിക്കുന്നത് നോക്കിയറിയാം. ആൻഡ് NG ഒക്കെ നോക്കിയോ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ക്യാമറ ഷോട്ടാണ്. നമ്മൾ 40 MB വേഴ്സസ് 12 MB. ഇതാണ് നമ്മുടെ 40 MB ഷോട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ 12 MB. ഓക്കെ, കണ്ടോ, ഒരു ഡിഫറൻസും പറയാനില്ല. ഈവൻ ആ ഡൗൺ ഗ്രേഡ് വന്നിട്ട് പോലും. ആൻഡ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ക്രിസ്പാണ് രണ്ടിലും. കണ്ടോ. ഓക്കെ, സോ എനിക്കിവിടെ കുറച്ചും കൂടെ ലൈറ്റ് ഡീറ്റെയിലിംഗ് ഉള്ളത് ഈവൻ S23 അൾട്രയാന്ന് തോന്നുന്നു. എയറിൻ്റെ ഏരിയയാണ് ജസ്റ്റ് നോക്കാം. ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ട് ഏരിയാസും. ആൻഡ് ഇവിടെ കുറച്ചും കൂടെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ ഇച്ചിരി കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റായിട്ടൊരു ഇതുണ്ട്, വലിയ ഡിഫറൻസ് ഇല്ല. ആൻഡ് അനദർ ഷോട്ട്. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും. ഓക്കെ, ഞാൻ ക്ലോസപ്പ് ചെയ്യാം. പക്ഷേ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലെ ഡെപ്തും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്നത് S23 അൾട്ര നോക്കിയാൽ ഏറ്റവും ഗ്ലാൻസ്. ഓക്കെ, വളരെ മിനിമൽ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അടുത്ത ഷോട്ട്, ബാക്ക്
ബാക്ക്ഗ്രൗണ്ട് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ രണ്ടും അടിപൊളിയാണ് വന്നിരിക്കണേ. ഓക്കെ, ഇനി നമ്മുടെ 200 MB മാക്സിമം സൂമിങ് നമുക്ക് നോക്കാം. ഇത്രയും ആൻഡ് നമ്മുടെ 108 MB മാക്സിമം സൂമിങ് ഇത്രയും. സോ കുറച്ചും കൂടെ ക്ലോസ് സബ്ജക്റ്റ് ആകാൻ പറ്റിയിട്ട് നമ്മുടെ ഗാലക്സി S23 അൾട്രയിൽ. ഷട്ടർ സ്പീഡും ചെക്ക് ചെയ്യാം. S22 അൾട്ര. ഓക്കെ, 23 അൾട്ര ഇത് കുറച്ചും കൂടെ റാപ്പിഡായിട്ടുണ്ട്. S22 അൾട്ര നമുക്ക് നോക്കിയറിയാം ഒരു ഡിഫറൻസ്. ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഇനി നമുക്ക് മെയിനായിട്ടുള്ള ആ 200 MB 108 MB ഇട്ടിട്ട് ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇനി ഡിഫറൻസ് നോക്കാം. ഓക്കെ, അണ്ട് ഇവിടെ ഒരു 200 MB പ്രോസസ്സിങ് ടൈം എടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് സ്നാപ്പിൽ കിട്ടുന്നുണ്ട്. കണ്ടോ, കെട്ടി കണ്ടോ, ഒരു ഒറ്റ പ്രോസസ്സിങ്, ജസ്റ്റ് സെക്കൻഡ് പ്രോസസ്സിങ് ഉണ്ട്. നെക്സ്റ്റ് മാക്രോ ഷോട്ടാണ്. ഓക്കെ, സോ കുറച്ച് കളർ വൈബ്രൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഇവിടെ 23 ആണ്. നിങ്ങൾ ആ ഏരിയാസ് നോക്കി ക്ലോസപ്പ് ആക്കി തരാം. കണ്ടോ, കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്, വളരെ ലൈറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൂ. സോ ഇത് നമ്മുടെ 100x സൂമിങ് ആണ്. ആൻഡ് കുറച്ചും ഒരു ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എവിടെയും വന്നിട്ടുണ്ട് നമ്മുടെ സൂമിങ്ങിനകത്തും. ദറ്റ് മീൻസ് നേരത്തെ നമ്മൾ പ്രിവ്യൂ ഇച്ചിരി ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോഴായിരുന്നു നല്ലൊരു ഷോട്ട് വരുന്നത്. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഷോട്ട് നന്നായിട്ട് വരുന്നുണ്ട്. പ്രിവ്യൂവിന് മുമ്പ് തന്നെ നമുക്ക് ഷോട്ട് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ആഫ്റ്റർ പ്രോസസ്സിങ്ങിനകത്ത് പക്കയായിട്ട് വരുന്നുണ്ട്. S22 ഇത് കുറച്ചും കൂടെ തന്നെ ഒരു 2 to 3% ലൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് അവിടെ കാണാം. സോ ഗൈസ്, ഗാലക്സി S22 ഫുൾ HD ആണ്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഗാലക്സി S23 അൾട്രയുടെ UHD ആണ്. ദാറ്റ് മീൻസ് സിനിമാറ്റിക് വീഡിയോ അറ്റ് 4K ആണ്. കണ്ടോ, ഇതിൻ്റെ ആ ഡെപ്ത് ഡിറ്റക്ഷൻ ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ദാറ്റ് മീൻസ് 4K ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമലും അതിന് ഡിഫറൻസ് അറിയാനുണ്ട്. സോ നമ്മുടെ ഐഫോണിൻ്റെ 40 Pro Maxൻ്റെ സിനിമാറ്റിക് വീഡിയോനെ പിടിക്കാൻ പറ്റണമായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. സോ ഇത് നമ്മുടെ പോർട്രേറ്റ് പിക്കാണ്. S23 അൾട്രയുടെ ആണ്. ആൻഡ് ഇത് നമ്മുടെ S22 അൾട്ര. ആൻഡ് ഓക്കെ, ഇത് നോക്കിയാൽ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ഉള്ളത് നിങ്ങളുണ്ട്. ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ഒരു സ്കിൻ ടോൺ ഡിഫറൻസ്. ഇത് കുറച്ചുകൂടെ വാം ടോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ടോൺ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡീറ്റെയിലിംഗ് ഒക്കെ കുറച്ചും കൂടെ ക്രിസ്പായിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇച്ചിരി ഡാർക്കൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ക്രിസ്പായിട്ട് കുറച്ചും കൂടി കിട്ടിയിരിക്കുന്ന ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇതാണ് S22 അൾട്രയിലെടുത്ത ഷോട്ട്. ആൻഡ് ഇതാണ് നമ്മുടെ S23 ഷോട്ട്. ഓക്കെ, ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. വാച്ച് വെച്ച് നോക്കാം. സോ ഓക്കെ, വാച്ചും കുറച്ചും കൂടെ വേണ്ടിയിട്ട് ഡീറ്റെയിലിംഗ് പ്രിസർവ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗാലക്സി S23 അൾട്രയാണ്. ഫ്രണ്ട് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഓക്കെ, കുറച്ചും കൂടെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ചും കൂടെ പ്രൊമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയാൽ ഡിഫറൻസ് ഉണ്ട്. കണ്ടോ, ആ ഫേസിലെ ടോൺസ് കുറച്ച് നല്ല കിട്ടിയിട്ടുണ്ട്. 23 അൾട്ര വേഴ്സസ് നമ്മുടെ ഗാലക്സി S22 കമ്പാരിസൺ റിവ്യൂ. സോ ഗൈസ്, ദാറ്റ്സ് എവരിബഡി സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.